മറ്റൊരാളോട് വെറുപ്പ് തോന്നി തുടങ്ങിയാൽ മനസ്സ് ജീർണിച്ചു കൊണ്ടേയിരിക്കും. മറ്റൊരാളോട് പക തോന്നി തുടങ്ങിയാൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റൊരാളോട് അസൂയ തോന്നി തുടങ്ങിയാൽ ഉറക്കം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പ് വരുന്നതോടെ സ്വയം നശിച്ചു തുടങ്ങും. ഒരു നിമിഷത്തേക്ക് പോലും ഒരാളോടും പക തോന്നാതെ, വെറുപ്പ് തോന്നാതെ, അസൂയ തോന്നാതെ ജീവിക്കാനാവണം. മറ്റുള്ളവരിലെ നന്മകൾ കണ്ടെത്തുന്നത് ശീലിച്ചാൽ നമ്മളിൽ നന്മകൾ നിറയും. മറ്റുള്ളവരിലെ തിന്മകൾ കണ്ടെത്തുന്നത് ശീലിച്ചാൽ നമ്മളിൽ തിന്മകൾ നിറയും. കട്ടിയുള്ള പുറന്തോട് പൊട്ടിച്ചാണ് ഒരു വിത്ത് മുള പൊട്ടുന്നത്. ഖനമുള്ള മണ്ണിനെ തുരന്നാണ് അത് തൈയാവുന്നത്. കീടങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചാണ് ചെടിയാവുന്നത്. കാറ്റിലും മഴയിലും ആടിയുലഞ്ഞാണ് അത് വൃക്ഷമാകും. ഒടുവിൽ പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും മാത്രമാണ് പലരും അതിനെ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴും കല്ലെറിയാൻ ആളുണ്ടാവും. പക്ഷേ എറിയുന്നത് ആ വൃക്ഷത്തിൻ തണലിൽ നിന്നാണെന്ന് പോലും പലരും ഓർക്കില്ല. മറ്റുള്ളവരുടെ അവകാശങ്ങളെയും അംഗീകരിക്കുക. സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടമകളും ബാധ്യതകളും നിർവഹിക്കുക. കാണുക, കേൾക്കുക, നല്ലതിനെ മാത്രം പിൻപറ്റുക. മറ്റൊരാളോട് വെറുപ്പ് തോന്നി തുടങ്ങിയാൽ മനസ്സ് ജീർണിച്ചു കൊണ്ടേയിരിക്കും. മറ്റൊരാളോട് പക തോന്നി തുടങ്ങിയാൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റൊരാളോട് അസൂയ തോന്നി തുടങ്ങിയാൽ ഉറക്കം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പ് വരുന്നതോടെ സ്വയം നശിച്ചു തുടങ്ങും. ഒരു നിമിഷത്തേക്ക് പോലും ഒരാളോടും പക തോന്നാതെ, വെറുപ്പ് തോന്നാതെ, അസൂയ തോന്നാതെ ജീവിക്കാനാവണം. മറ്റുള്ളവരിലെ നന്മകൾ കണ്ടെത്തുന്നത് ശീലിച്ചാൽ നമ്മളിൽ നന്മകൾ നിറയും. മറ്റുള്ളവരിലെ തിന്മകൾ കണ്ടെത്തുന്നത് ശീലിച്ചാൽ നമ്മളിൽ തിന്മകൾ നിറയും. കട്ടിയുള്ള പുറന്തോട് പൊട്ടിച്ചാണ് ഒരു വിത്ത് മുള പൊട്ടുന്നത്. ഖനമുള്ള മണ്ണിനെ തുരന്നാണ് അത് തൈയാവുന്നത്. കീടങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചാണ് ചെടിയാവുന്നത്. കാറ്റിലും മഴയിലും ആടിയുലഞ്ഞാണ് അത് വൃക്ഷമാകും. ഒടുവിൽ പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും മാത്രമാണ് പലരും അതിനെ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴും കല്ലെറിയാൻ ആളുണ്ടാവും. പക്ഷേ എറിയുന്നത് ആ വൃക്ഷത്തിൻ തണലിൽ നിന്നാണെന്ന് പോലും പലരും ഓർക്കില്ല. മറ്റുള്ളവരുടെ അവകാശങ്ങളെയും അംഗീകരിക്കുക. സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടമകളും ബാധ്യതകളും നിർവഹിക്കുക. കാണുക, കേൾക്കുക, നല്ലതിനെ മാത്രം പിൻപറ്റുക. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നിങ്ങളിലധികം പേരും പ്രബോധകരാകാൻ തുനിയരുത്. കൂടുതൽ കർശനമായ വിധി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഒരു ചെറിയ തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക? നാവ് തീയാണ്. അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുകയാണ്. അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. അരുവി ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥ മോഹങ്ങളും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ ചെയ്യരുത്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല. പിന്നെ ഈ ജ്ഞാനം എവിടെ നിന്നാണെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അത് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതയോ അല്ല. സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കും. തൻ്റെ സഹോദരനെതിരായി സംസാരിക്കുകയോ വിധിക്കുകയോ ചെയ്യുന്നവൻ
നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു. നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേയുള്ളൂ. അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ്? മഞ്ഞപ്പിത്തമുള്ളവൻ നോക്കുമ്പോൾ എല്ലാം മഞ്ഞയായിട്ടേ കാണുള്ളൂ. തിന്മയായവ നിന്റെ മനസ്സിൽ കുത്തി നിറച്ചു വെച്ച്, അതായത് മുട്ടയോ അല്ലെങ്കിൽ ക്യാബേജോ തക്കാളിയോ എന്ത് സാധനമായിക്കോട്ടെ, ചീഞ്ഞ അളിഞ്ഞത് ഒരു പാത്രത്തിൽ സൂക്ഷിച്ചിട്ട് ആ പാത്രം തുറന്നാൽ ഭയങ്കര മണമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച ചിന്തകളും വികാരങ്ങളും ഉണ്ടല്ലോ, അതിനെ ഓമനിച്ച് താലോലിച്ച് അത് നിങ്ങൾ പുറത്തേക്ക് വിടുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതിലും ഭേദം മറ്റ് വല്ലതും നന്മപ്രവൃത്തികൾ ചെയ്യുക. നിങ്ങൾക്ക് കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലവ കാണാനാണ് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൈകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലവ എഴുതാൻ വേണ്ടിയിട്ടാണ്, നല്ലത് മറ്റുള്ളവരെക്കുറിച്ച് പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചെവി തന്നിട്ടുണ്ടെങ്കിൽ നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ തിന്മ പ്രവൃത്തികൾ ചെയ്ത് തിന്മയിലേക്ക് നയിക്കാൻ നിങ്ങൾ ഒരിക്കലും തുനിയരുത്. ഇനിയെങ്കിലും ചെയ്ത തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ നിരത്തുന്ന നിങ്ങൾ വെറും ബുദ്ധിയില്ലാത്ത കഴുതകളാണ്. നിങ്ങൾ തുപ്പുന്ന ആ വൃത്തികെട്ട തുപ്പലുണ്ടല്ലോ, അത് നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ വീഴുന്നതെന്ന് ഓർമ്മ വേണം. നല്ല ഫലങ്ങൾ കായ്ക്കുന്നത് നല്ല വൃക്ഷത്തിൽ നിന്നായിരിക്കും, ചീത്ത ഫലങ്ങൾ കായ്ക്കുന്നത് ചീത്ത വൃക്ഷത്തിൽ നിന്നെന്ന് എല്ലാവരും മനസ്സിലാക്കും. സമയം നോക്കി മാധ്യമവേട്ട നടത്തിയിട്ട് എത്ര വ്യൂസ് കിട്ടി, പണം എത്ര സമ്പാദിച്ചു, ഈ സമ്പാദ്യം നിനക്ക് നിലനിൽക്കുമോ? നിങ്ങൾ സഹോദരൻ്റെ മക്കളെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണമിരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്നും കരടെടുത്ത് കളയട്ടെ എന്ന് നീ എങ്ങനെ പറയും? കവടനാട്യക്കാരെ, സഹോദരനെ ഫോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വെഡ്ഡി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. ഓർമ്മയിരിക്കട്ടെ, ഇത്തരം തെറ്റുകൾ ആവർത്തിച്ച് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുവാൻ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശുവിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്കു സാധിക്കും.